സത്യത്തിൽ നിരാശയുണ്ട്, സങ്കടമുണ്ട്, പ്രതിഷേധമുണ്ട്, എല്ലാമുണ്ട്. എല്ലാ വികാരങ്ങളുമുണ്ട്. ഓരോ മന്ത്രിയുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം ദുരന്തമാണ്. ശരിക്കും ഇരുണ്ട യുഗത്തിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇരുണ്ട ഭരണമാണ്. DA കൊടുക്കില്ല, ശമ്പള പരിഷ്കരണം നടത്തൂല, അതുമായി ബന്ധപ്പെട്ട് ബാലഗോപാൽ കാണിക്കുന്നത് എല്ലാം കോപ്രായത്തരങ്ങളാണ്. വേറൊരു പെണ്ണുമ്പിള്ളയാണെങ്കിൽ ആറന്മുളയിൽ ഒരു മതത്തിൻ്റെ കെയർ ഓഫിൽ ജയിച്ച് വന്നൊരു പെണ്ണുമ്പിള്ള, കുറേ അച്ഛന്മാരുടെയൊക്കെ സഹായത്തിൽ കയറി വന്നൊരു പെണ്ണുമ്പിള്ള, ഒരു സ്ത്രീ, ഒരു വനിത, പെണ്ണുമ്പിള്ള ഞാൻ പറഞ്ഞത് നിങ്ങൾ വിട്ടേക്കുക, ഒരു വനിത, ഒരു സ്ത്രീ, ആറന്മുളയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ വീണ ജോർജ്, റോമാ സാമ്രാജ്യം കത്തി വരുമ്പോൾ വീണ വായിക്കുന്നു എന്ന് പറയുന്നതിന് കറക്റ്റായിട്ടുള്ളൊരു മന്ത്രിയാണ്. എന്താണ് അവർ പറയുന്നതെന്ന് അവർക്ക് ഒരു ധാരണയില്ല. ആ വകുപ്പിനെക്കുറിച്ച് 5 വർഷമായിട്ടും അവർ പഠിച്ചിട്ടില്ല. അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അവർ ദയവായി മത്സരിക്കാതിരിക്കുക. ഇനി പാർട്ടി പറഞ്ഞാലും അങ്ങനെ മത്സരിച്ചാലും ദയവായി LDF വരികയാണെങ്കിൽ മന്ത്രിയാകാതിരിക്കുക. വരുമോ ഇല്ല എന്നുള്ളതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അത് 2 എണ്ണം നിൽക്കുമ്പോഴാണ് മൂന്നാമത് അതിനേക്കാൾ അതിദയനീയമായ പട്ടിണിയുടെ, ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു കഥ, ഒരു എപ്പിസോഡ് പറയേണ്ടി വരുന്നത്. ഈ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ PR രാജകുമാരനായ ശിവൻകുട്ടി അവർകളെക്കുറിച്ചാണ്. ഒരാൾ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറി സ്കൂളിലോ അല്ലെങ്കിൽ പ്രൈമറി സ്കൂളിലോ ഒക്കെ അധ്യാപികയോ അധ്യാപകനോ ആകണമെങ്കിൽ ഡിഗ്രി പാസ്സാകണം, PG പാസ്സാകണം, ചിലർക്ക് നെറ്റ്, പിന്നെ അത് കഴിഞ്ഞാൽ നെറ്റ് കിട്ടണം, PhD കിട്ടണം. ഒരുപാട് ഡിഗ്രികൾ ഉണ്ടെങ്കിൽ മാത്രമേ, PG ഒക്കെ പാസ്സായി വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂളിലൊക്കെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ, ഈ ജോലി കിട്ടുകയുള്ളൂ. അതോ എയ്ഡഡ് സ്കൂളിലാണെങ്കിൽ പണവും കൊടുക്കണം. അൺഎയ്ഡഡ് ആണെങ്കിലോ വളരെ കുറച്ച് ശമ്പളമേ ഉള്ളൂ. പണം കൊടുക്കേണ്ടായിരിക്കും, പക്ഷേ വളരെ കുറച്ച് ശമ്പളമേ ഉള്ളൂ. അൺഎയ്ഡഡിലും ചിലർ പൈസയൊക്കെ മേടിക്കും, നാമമാത്രമായ പൈസ, ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കും. അങ്ങനെയുള്ള അൺഎയ്ഡഡ് സ്കൂളുകളിൽ, ഈ സ്കൂളുകളിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓരോ വർഷവും ഡിവിഷൻ കണക്കാക്കി കുട്ടികളുടെ എണ്ണം എടുക്കും. അപ്പോൾ ഡിവിഷൻ ഫാൾ വരും. പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകൾ വരും, ചില എയ്ഡഡ് സ്കൂളുകൾ വരും. കുട്ടികൾ മാറിയും തിരിഞ്ഞൊക്കെ പോകുമല്ലോ, ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഓരോ ക്ലാസ് കഴിയുമ്പോഴും കുട്ടികൾ പല സ്കൂളും മാറിയും തിരിഞ്ഞ് പോകും. അങ്ങനെ പോകുന്നതിനനുസരിച്ച് മാതാപിതാക്കൾക്ക് പണം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സമ്പത്തുണ്ട്, പല രൂപത്തിൽ കുട്ടികളെ മാറ്റി അയക്കും. അങ്ങനെ അയക്കുമ്പോൾ ഡിവിഷൻ ഫാൾ വരും, അധ്യാപകരുടെ ഫാൾ വരും. ആ കുട്ടികളുടെ എണ്ണം കൂടുതൽ വരുമ്പോൾ അധിക തസ്തികയും വരും. സാധാരണ പ്രൈമറി സ്കൂൾ 5ാം ക്ലാസ് വരെ 30 പേർക്ക് ഒരു അധ്യാപകൻ, പിന്നെ മുകളിലോട്ട് വരുമ്പോൾ 35 പേർക്ക്, പിന്നെ 45 പേർക്ക് ഒരു അധ്യാപക അല്ലെങ്കിൽ അധ്യാപകൻ, ഇങ്ങനെയാണ് കണക്ക്. ഇങ്ങനെ അധിക തസ്തിക വരുന്ന ഒരു കണക്ക് നിൽക്കുമ്പോൾ, അപ്പുറത്ത് സർക്കാർ സ്കൂളിൽ വേറെ കുഴപ്പമുണ്ട്. ഈ ഡിവിഷൻ ഫാൾ വരുമ്പോൾ കുറച്ച് പേര്, ചില അധ്യാപകർ ചില വർഷങ്ങളിൽ ഔട്ടാവും. അപ്പോൾ അവർക്ക് ജോലി കൊടുക്കാൻ ജോലിയില്ല. അപ്പോൾ അവരെ ബാങ്ക്, പിന്നെ അധ്യാപകരുടെ ടീച്ചേഴ്സ് ബാങ്ക് ഉണ്ടാക്കി ആ ബാങ്കിൽ അവരെ സൂക്ഷിച്ചിരിക്കും. പിന്നെ വരുന്ന വേക്കൻസിൽ അവർക്ക് കൊടുക്കും. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എയ്ഡഡ് സ്കൂളുകളിൽ ഈ അധികം കുട്ടികൾ വരുന്നതിൻ്റെയും തസ്തികയൊക്കെ വരുന്നതിൻ്റെ ഫലമായി അധികം തസ്തിക വന്നാൽ, ഒന്നാമത്തെ തസ്തിക ഗവൺമെൻറ്റിന് കൊടുക്കണം. അതവർ ഗവൺമെൻറ്റിൽ നിന്ന് ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നുള്ള ബാങ്ക് പൂളിൽ നിന്ന് അപ്പോയിൻ്റ് ചെയ്യും. രണ്ടാമത്തെ തസ്തിക മാനേജ്മെൻറ്റിന് അപ്പോയിൻ്റ് ചെയ്യാം. ഇതിനെതിരെ ആ ഒന്നാമത്തെ തസ്തിക തന്നെ മാനേജ്മെൻറ്റിന് അപ്പോയിൻ്റ് ചെയ്യണം, അത് മാനേജ്മെൻറ്റിന് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് കിടക്കണം. അത് ഒക്ടോബറിൽ കേസ് വരും, ഈ ഒക്ടോബറിൽ കേസ് വരും. അപ്പോൾ അതിൻ്റെ വിധി വരുമ്പോഴാണ് അത് കിടക്കുന്നത്. ഇതിനിടയിലാണ് ഈ മാനേജ്മെൻറ്റ് ഇങ്ങനെ തസ്തികകൾ വന്നപ്പോൾ, ടീച്ചർമാരുടെ വേക്കൻസി വന്നപ്പോൾ കറക്റ്റ് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് 2016-17 മുതൽ 19-20 വരെ അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തവർക്ക് പോലും അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തില്ല. കാരണം മാനേജ്മെൻറ്റ് അപ്പോയിൻറ്റ് ചെയ്താലും അത് പൈസ വാങ്ങിച്ചുകൊണ്ടാലും എങ്ങനെയായാലും ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ അപ്പോയിൻറ്റ് ചെയ്താൽ ആ ടീച്ചറായാലും അധ്യാപകൻ സാറായാലും അത് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്ത് ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ വന്നാലേ അവർക്ക് സ്പാർക്ക് വഴിയൊക്കെ പണം കിട്ടുകയുള്ളൂ, ശമ്പളം കിട്ടുകയുള്ളൂ. അങ്ങനെ 2016-17 മുതൽ 2019-20 വരെ 4000-ഓളം പേർ, 1-2 പേരല്ലേ ശിവൻകുട്ടി സാറേ, 4000-ഓളം. നിങ്ങൾ നമ്പർ ഒന്നാണെന്ന് തള്ളുമ്പോൾ ഈ എവരുടെ കുടുംബങ്ങളുണ്ടെന്ന് 4000 × 5 20,000 പേരുണ്ടെന്ന് ഒരു കുടുംബത്തിൽ 5 പേരെ കണക്കാക്കി. പിന്നെ അവരെ ബന്ധുമിത്രാദിലൂടെ കണക്കാക്കിയാലോ ഏകദേശം 1,00,000 ആളുകളെയെങ്കിലും നേരിട്ടും അവരുടെ ദുഃഖം കൊടുക്കുന്ന ഒരു പ്രോസസ്സിലേക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ 2016-17 മുതൽ 2019-20 വരെ 4000-ഓളം അധ്യാപകരെ ജോലിയുടെ ഈ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ അവർ നിരന്തരം ബഹളമുണ്ടാക്കി, ഗവൺമെൻറ്റിലൊക്കെ പറഞ്ഞ് അവർ കുറച്ച് പേര് കേസൊക്കെ കൊടുത്തു. അവസാനം 2020-21 ആയപ്പോൾ അവർക്ക് ഓർഡർ കൊടുത്തു. എന്താ ഓർഡർ? നിങ്ങളെ 2016-17 മുതൽ അപ്പോയിൻമെൻറ്റ് അംഗീകരിച്ചിരിക്കുന്നു. ഓക്കെ, അന്ന് മുതൽ കാലാകാലങ്ങളിൽ വന്ന ശമ്പള പരിഷ്കരണവും ഇൻക്രിമെൻ്റ് ഒക്കെ തരാം. ഓക്കെ, അന്ന് മുതൽ സർവീസും തരാം. ഓക്കെ, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ
അന്ന് മുതൽ, അതായത് 2016 മുതൽ 2021 വരെ 5 വർഷക്കാലം നിങ്ങൾ ജോലി ചെയ്തു. 12 × 5 60 മാസക്കാലം അവർ ജോലി ചെയ്തു. 60 മാസക്കാലം ജോലി ചെയ്തപ്പോൾ ശരാശരി എത്ര ലക്ഷം രൂപ കിട്ടുമെന്നറിയാലോ? അവരുടെ ഇപ്പോഴത്തെ ശമ്പളം സ്കെയിൽ അനുസരിച്ച് പ്ലസ് ടുക്കാർക്ക് 10ാം ക്ലാസ്സിലുള്ളവർക്ക് എത്ര കിട്ടും എന്നെല്ലാം കണക്കൂട്ടിയെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഈ 5 വർഷക്കാലത്തെ സാലറി കൊടുക്കാതെ നോഷണൽ എന്നൊരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നവന്മാർക്ക് തലയിൽ വലിയ കുഴപ്പമാണ്. അവർ അവിടെ ഇരുന്നു കൊണ്ട് സ്പെഷ്യൽ പേ ഒക്കെ എഴുതിയെടുത്ത് ഫിനാൻസിലൊക്കെ കുറച്ച് വലിയിരിപ്പുണ്ട്. അവർ കുറച്ച് തരികിട പരിപാടികൾ കാണിച്ച് കുറേ IASകാരും കൂടി, IASകാർക്ക് കേന്ദ്ര പാരിറ്റിയെ കാണും, എല്ലാം കൂടി എന്തെല്ലാം ഉപദ്രവം ഒരു മനുഷ്യനുണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ഉണ്ടാക്കും. എന്നിട്ട് പറഞ്ഞോളും കേരളം നമ്പർ 1 ആണ്, തള്ളിക്കോളും. തള്ളണതിന് ഒരു കുറവുമില്ല. ഇവിടെയാണെങ്കിൽ ഒരു വശത്ത് തള്ളുമ്പോൾ കാലിൻ്റെ അടിയിൽ മണ്ണ് നഷ്ടപ്പെടുന്ന പോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് കുട്ടികൾ പിരിഞ്ഞു പോകുന്നു, അധ്യാപകർ പിരിഞ്ഞു പോകുന്നു. വലിയ പ്രതിസന്ധിയാണ്. ഈ സമയത്താണ് എയ്ഡഡ് സ്കൂളുകളിലെ 4000-നും 5000-നും ഇടയ്ക്ക് വരുന്ന അധ്യാപകർക്ക് നോഷണൽ എന്നുള്ളൊരു വാക്ക് വെച്ച് പോയതുകൊണ്ട് 2016 മുതൽ 21 വരെയുള്ള സാലറി കിട്ടുന്നില്ല. 5 വർഷത്തെ സാലറി കിട്ടുന്നില്ല. എന്നാൽ അവർ ജോലി ചെയ്തില്ലേ? ജോലി ചെയ്ത് വീട്ടിൽ വന്ന് കൂലി വേല ചെയ്താൽ പ്ലാസ്റ്റിക് എടുക്കാൻ വീട്ടിൽ വരും. പറക്കാനെന്ന് ഞാൻ പറയുന്നില്ല, പ്ലാസ്റ്റിക് എടുക്കാൻ വീട്ടിൽ വരുമല്ലോ. വീട്ടിൽ വരുന്ന ഹരിതകർമ്മസേനയ്ക്ക് നമ്മൾ 100 രൂപ കൊടുക്കും. വീട്ടിലൊരു വാഴത്തൈ വയ്ക്കാൻ ഒരാളെ വിളിച്ചാൽ നമ്മൾ പൈസ കൊടുക്കും. ഒരു ബൾബോ ട്യൂബോ ഒക്കെ മാറ്റിയിടാനായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി വയറിങ്ങിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ പ്ലംബിങ്ങിൻ്റെ ഒരു കാര്യത്തിൻ്റെ ഒരാളെ വിളിച്ചാൽ നമ്മൾ പൈസ കൊടുക്കും. അപ്പോഴാണ് 5 വർഷം, 1-2 ദിവസമല്ല, 5 വർഷം ഈ രാജ്യത്തെ സർക്കാരിനെയും കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ സേവിച്ച് ഒരു തലമുറയെ തന്നെ വാർത്തെടുക്കുന്ന അധ്യാപകർക്കും ടീച്ചർമാർക്കും 5 വർഷമായി ശമ്പളമില്ല. പട്ടിണിയാണ്. അവർ ദാരിദ്ര്യത്തിലും പട്ടിണിയിൽ നിന്നുകൊണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമല്ലേ? രാവിലെ ജോലി, എവിടെയാണ് ജോലി? ഇന്ന എയ്ഡഡ് സ്കൂളിൽ. എന്താ ജോലി? ടീച്ചറാണ്. നല്ല സാരി ഉടുത്ത്, കടമാങ്ങിട്ടാണ് മനസ്സിലാക്കണം, നല്ല സാരി ഉടുത്ത് നല്ല വാഹനത്തിൽ കയറി നല്ല രീതിയിൽ പോയി വലിയ അപ്പോൾ പിന്നെ അവരെ വിളിക്കുന്ന കല്യാണങ്ങൾ കൂടി എല്ലാ കാര്യത്തിലും അവർ പൈസ കൊടുക്കുന്ന എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടാണ്, ലോൺ എടുത്തിട്ടാണ്. അങ്ങനെ ഒരു ദുരഭിമാനത്തിൽ ജീവിക്കേണ്ടി വന്നിട്ട്, ഒരു ആത്മാഭിമാനത്തെ പണയം ചെയ്ത് ജീവിക്കേണ്ടി വന്നിട്ടുള്ള 5000-ഓളം പേരുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. അവരിപ്പോൾ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, നോഷണൽ ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ എന്നോ അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ്. അതൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ്റെ മുന്നിൽ സമരത്തിലേക്ക് പോവുകയാണ്. അവരെ സമരത്തിലേക്ക് തള്ളിവിടരുത്. ഈ അവസാന വർഷകാലത്ത് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, നിങ്ങൾ 2 ലക്ഷം രൂപ ഖജനാവിൽ പൈസ ഉണ്ടെന്ന് പറയുന്ന ധനകാര്യമന്ത്രി മുട്ടിന് നിങ്ങൾ ആഗോള സമ്മേളനവും പഠന കോൺഗ്രസ്സുകളും നടത്തി കേരളം ഒന്നാണെന്ന് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആ ഒന്നായതിൽ ഈ 5000 കുടുംബങ്ങളില്ലയോ? അവരുടെ മക്കളും ചെറുമക്കളും ഭാര്യയും ഭർത്താവും അമ്മയും അച്ഛനും അടങ്ങുന്ന വലിയൊരു സമൂഹം നിങ്ങളെ കൂടെ ഇല്ലയോ? നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കുന്നത്? അതുകൊണ്ട് നോഷണൽ അധ്യാപകരുടെ ആ പേപ്പർ റെഡിയാക്കി 2016 മുതൽ അവരെന്നാണോ അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അന്ന് മുതൽ അവർ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലിക്ക് കൂലി, വേലയ്ക്ക് കൂലി എന്ന് പറയുന്നൊരു സിദ്ധാന്തമുണ്ട്. ആ സിദ്ധാന്തത്തിൽ അവർക്ക് പണം കൊടുക്കാനുള്ള ഉത്തരവ് ഇറക്കണം. ഇത് ശിവൻകുട്ടിയും ക്യാബിനറ്റും അടിയന്തരമായി വളരെയധികം പ്രാധാന്യത്തോടു കൂടി ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ടൊരു സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, കാരുണ്യ, ധാർമ്മിക വിഷയമാണ്.